കോൺഗ്രസ് ഇപ്പോൾ 3 അധികാര കേന്ദ്രങ്ങളിലാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, പിന്നെ ഹൈക്കമാൻഡുണ്ട്. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് വരുമ്പോൾ നാലാമതൊരു അധികാര കേന്ദ്രം കൂടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 പ്രതിപക്ഷ നേതാക്കന്മാരെ ഒരേ സമയത്ത് ഇദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. നിയമസഭയിൽ പിണറായി വിജയൻ, ഡൽഹിയിൽ വേണുഗോപാൽ, മന്ത്രിസഭയിൽ ചെന്നിത്തല, ഇന്ദിരാഭവനിൽ മറ്റൊരു നേതാവ്. അപ്പോൾ ഇത്രയും പേരെ ഒരേ സമയത്ത് നേരിട്ട് കൊണ്ടുപോകണം അദ്ദേഹത്തിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ സതീശനൊരു ഗുണമുള്ളത്, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. അതിപ്പോൾ സംശയമില്ലാത്ത കാര്യമുണ്ട്. അത് സ്വീകാര്യതയുണ്ട്. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പാക്കാനുമുള്ള ഒരു വൈഭവമുണ്ട്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടിയതാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർന്നു വരും. അതുകൂടാതെ മറ്റേ മഞ്ഞക്കുറ്റി പറിച്ച് കളയണം. മഞ്ഞക്കുറ്റി പറിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളയിലൊക്കെ ഉപേക്ഷിച്ചിരുന്നു. കേരളയിൽ പ്രാവർത്തികമല്ലാതെ പിണറായി വിജയനും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഔപചാരികമായി പ്രഖ്യാപനം നടത്തിയെന്നുള്ള ചെറിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരുടെ പേരിൽ നടപടിയെടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫ്രഷ് എയർ കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് കഴിവുള്ള ആളാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ ഒരു മതിപ്പും ആളുകളുടെ ഇടയിലൊരു നല്ല അഭിപ്രായവും അത് മുതലാക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകും. അങ്ങനെ ശക്തമായ നിലയിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മറ്റ് മന്ത്രിമാരും പാർട്ടി ഹൈക്കമാൻഡും അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഏതുപോലെ VS അച്യുതാനന്ദൻ മൂന്നാർ ഓപ്പറേഷനൊക്കെ നടത്തി ഓർമ്മില്ലേ? അന്നും അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം പിണറായി ഗ്രൂപ്പുകാരായിരുന്നു മന്ത്രിസഭയിൽ ഭൂരിപക്ഷം. പാർട്ടി ലീഡർഷിപ്പിൽ പിണറായി വിജയൻ നേരിട്ട് വരുന്നു. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ട് VS അദ്ദേഹത്തിൻ്റെ അതിഭയങ്കരമായ ജനസമ്മതി, അദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയായിരിക്കും എന്ന് ജനങ്ങളുടെ ഇടയിലുള്ള തോന്നലും, അദ്ദേഹം ചെയ്യുന്നതാണ് ശരി, അദ്ദേഹം ചെയ്യാത്തൊന്നും ശരിയല്ല എന്ന തോന്നലും, അതിലാണ് അദ്ദേഹം പിടിച്ചത്. അല്ലാത്തേക്ക് VS എത്ര വലിയ പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ പരിചയം ഇല്ലായ്മ. അദ്ദേഹം ഇതുപോലെ ആദ്യം പിടിക്കുന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് പോസ്റ്റ് മുഖ്യമന്ത്രിയുടെയാണ്. അതിൽ കുറഞ്ഞൊരു പോസ്റ്റിലും പുള്ളി ഇരുന്നിട്ടില്ല, അതിൽ കൂടിയ പോസ്റ്റിലും ഇരുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നിലയിലേക്ക് സതീശന് ഉയരാൻ കഴിയണം, എന്നാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് വന്നവർക്ക് താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞവരാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അനിൽകുമാർ ഒഴിച്ചാൽ പിന്നെ ഭരണപരിചയമുള്ള ആരും തന്നെ ഇതിനകത്തില്ല. അതൊരു വലിയ ഘടകമല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഈ പാർലമെൻ്ററി സംവിധാനത്തിൽ നമ്മൾ പറയും മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ തുല്യരിൽ ഒന്നാമൻ മാത്രമാണ് എന്ന്. ശരിക്കും അങ്ങനെയല്ല. ഭരണഘടനാപരമായിട്ട് ഇപ്പോൾ ഈ സംവിധാനം ഒരുപാട് പുരോഗമിച്ചതുകൊണ്ട് തുല്യരിൽ ഒന്നാമനല്ല. ഇതിനെ ചീഫ് മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മറുഭാഗത്ത് ലീഗും മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ടെന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ലീഗിനെ സന്തോഷിപ്പിച്ചുകൊണ്ടല്ലാണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും അവിടെയുണ്ട്. അപ്പോൾ ലീഗുകാരെ പിണക്കാതെയും കോൺഗ്രസ്സുകാരെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാതെയും മറ്റ് ഘടകകക്ഷികളെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടും ഈ കൂട്ടുകക്ഷി സർക്കാർ കൊണ്ടുപോകണം. അത് ഏതാണ്ട് നമ്മുടെ ഇയാളുടെ പണ്ട് വേലായുധൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. വേലായുധനെ കേട്ടിട്ടുണ്ടോ? സർപ്പസഹവാസ യജ്ഞം നടത്തിയിരുന്ന ആളാണ് അയാൾ. ഈ പാമ്പും കൂട്ടിൽ വേലായുധൻ എന്ന് പറയും. അതിൽ വേലായുധൻ്റെ സർപ്പക്കൂട്ടിൽ മൂർഖനുണ്ട്, അണലിയുണ്ട്, ശംഖുവരയനുണ്ട്, വെള്ളിക്കെട്ടനുണ്ട്, അങ്ങനെ പലതരം വിഷസർപ്പങ്ങളുണ്ട്. ഇവർ തമ്മിൽ കടിക്കാതെയും വേലായുധനെ കടിക്കാതെയും അദ്ദേഹം സർപ്പയജ്ഞം നടത്തും. അപ്പോൾ ഈ സർപ്പയജ്ഞക്കാരൻ്റെ സ്ഥിതിയാണ് സാധാരണ UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക. കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ വൈഭവമുള്ള ആൾക്കാരാണെങ്കിൽ കടി കേൾക്കാതെയും ഇവർ പരസ്പരം കടിച്ചു കൊല്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ നിലയിലേക്ക് സതീശന് എത്താൻ പറ്റൂ എന്നാണ് നമ്മൾ നോക്കേണ്ടത്.